അമ്പലത്തിനടുത്തുള്ള ആളിന്റെ ചുറ്റുമുള്ള കെട്ടിൽ അതിന്റെ ചുവട്ടിലായി ഇരിക്കുകയാണ് വേദയും ദേവവും. വൈദിയും ദർശും അവിടെയുള്ള ആളുകൾക്ക് ഭക്ഷണമൊക്കെ കഴിച്ചോ എന്ന് മറ്റും തിരക്കുന്നു. ഇവർ ഭക്ഷണമൊക്കെ കഴിഞ്ഞിരുന്നു. വേദയുടെ കണ്ണുകൾ ദർശിലായിരുന്നു. അവന്റെ വസ്ത്രധാരണം അതൊക്കെ അവളിൽ അത്ഭുതം നിറയ്ക്കുന്നത് തന്നെയായിരുന്നു. കാരണം വേദ അവനെ കാണുമ്പോൾ ഉണ്ടായിരുന്ന ആഡംബരം നിറഞ്ഞ ജീവിതത്തിൽ ജീവിച്ച ആളുകളെ അഹങ്കാരത്തോട് നോക്കിക്കണ്ട ദർശിന്റെ ഒരു നിഴല് പോലും ഇപ്പോൾ അവനിലില്ല എന്ന് വേദ അത്ഭുതത്തോടെയാണ് എങ്കിലും തിരിച്ചറിഞ്ഞിരുന്നു. ഭക്ഷണം കഴിക്കാനുള്ള സമയം തന്നെയെല്ലാം അവൾ തിരിച്ചറിഞ്ഞിരുന്നു ദർശിന്റെ മാറ്റങ്ങൾ. അവൾ കണ്ട പഴയ കിച്ചുവിലേക്ക് തന്നെ ദർശു മാറിയിരിക്കുന്നു. ഒപ്പം തന്നോടൊരു പരിധിക്കപ്പുറം അടുക്കുന്നില്ല എങ്കിൽ പോലും താൻ ഭക്ഷണം കഴിക്കുന്നുണ്ടോ, തനിക്ക് എന്തെങ്കിലും വേണോ, തനിക്ക് വെള്ളം വേണോ, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ദർശിന്റെ കണ്ണുകൾ എത്തുന്നത് വേദയിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് എത്രത്തോളമാണ് വേദയ്ക്ക് പോലും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. കുറെ സമയം ദർശനെ നോക്കി നിന്ന വേദ അവസാനം തനിക്ക് അരികിലിരിക്കുന്നവളിലേക്ക് കണ്ണുകൾ പോയി. വിവാഹ വേഷത്തിൽ തനിക്ക് അരികിലിരിക്കുന്ന ദേവുവിനെ കാണും തോറും വേദയിൽ അത്ഭുതമായിരുന്നു. താൻ പോയതിൽ നിന്നും അവൾ ഒരുപാട് മാറിയിരിക്കുന്നു. കുറച്ച് ഗൗരവം നിറഞ്ഞിട്ടുമുണ്ട്. എന്നാൽ ആ ഓമനത്വം നിറഞ്ഞ മുഖത്ത് ഇപ്പോഴും ആ ഓമനത്വത്തിന് ഒരു കുറവും വന്നിട്ടില്ല. വേദ അവളെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് കണ്ടതിനാലാണ് ദേവു ചിരിയോട് ചോദിച്ചത്, എന്തു പറ്റി ഏട്ടത്തി? പോയ സമയത്തുള്ള ഏട്ടത്തി അല്ല, സോറി, എന്തു പറ്റി ഏട്ടത്തി? പോയ സമയത്തുള്ള ദേവു അല്ല അല്ലേ ഇപ്പോ ഏട്ടത്തിയുടെ മുന്നിലിരിക്കുന്നത്? ചിരിയോടെയുള്ള ദേവുവിന്റെ വാക്കുകൾ കേട്ടിട്ടും വേദ ഒന്നും മിണ്ടിയില്ല. പകരം അവളെ തന്നെ നോക്കിയിരുന്നു. അത് കണ്ട ദേവു തുടർന്നു, ഏട്ടത്തി പോയതിനു ശേഷം ഞാൻ പഠിക്കാൻ പോയി തുടങ്ങി. എന്തോ അതെനിക്ക് വർക്കായില്ല. ഒരുപക്ഷെ കുറെ വർഷങ്ങളോളം ഒരു പട്ടിക്കുട്ടിയെ പൂട്ടിയിരിക്കുന്നത് പോലെ ആയിരുന്നല്ലോ എന്റെ ജീവിതം. എനിക്ക് പുറലോകവുമായി ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ലല്ലോ. അന്ന് ആ കുഴിയിൽ നിന്നും എനിക്ക് പുറത്തു വരാൻ സാധിക്കില്ല എന്ന് പെട്ടെന്ന് തന്നെ മനസ്സിലായിരുന്നു. അവസാനം അതൊരു സൈക്കോളജിസ്റ്റിനെ പോയി കാണേണ്ടതായി വന്നു. ദേവുവിന്റെ വാക്കുകളിൽ വേദ ഞെട്ടിപ്പോയി. അവളുടെ മുഖത്ത് കുറ്റബോധം നിറഞ്ഞു. ദേവു തുടർന്നു, ഏട്ടത്തി പറയുന്നത് പോലെ എന്റെ ലൈഫ് ഈസി ആയിരുന്നില്ല. പിന്നെ ഏട്ടത്തി പോയത് മുതൽ എൻ്റെ ഒപ്പം ഒരാൾ അടപടലം തകരുന്നത് ഞാനും കണ്ടു. ആ മനുഷ്യൻ നിങ്ങളില്ലാതെ പറ്റില്ല എന്നൊരവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പരിധിക്കപ്പുറം ഞാൻ എൻ്റെ വേദനകൾ ഏട്ടനോട് പറയാതെയായി. പക്ഷെ എല്ലാം കണ്ട ആ മനുഷ്യൻ എനിക്കൊപ്പം നിന്നു. അങ്ങനെയാണ് ഏട്ടൻ എന്നെ സൈക്കോളജിസ്റ്റിനെ കാണിക്കുന്നത്, ഞാൻ തെറാപ്പി തുടങ്ങുന്നതും. തെറാപ്പിക്ക് പോയപ്പോഴാണ് അവിടെ വെച്ച് വൈദ്യേട്ടനെ ഞാൻ കാണുന്നത്. സാറിന്റെ സ്റ്റുഡന്റ് ആയിരുന്നു. ഞാൻ ആരാണ് എന്നറിയുന്നത് കൊണ്ട് ആൾക്ക് എന്നോടൊരു പ്രത്യേകതരം കെയർ ഉണ്ടായിരുന്നു. അങ്ങനെ 2 വർഷം ഇവിടെ വരെ വീഴാതെ ആ മനുഷ്യൻ എന്നെ പിടിച്ചു നിർത്തി. ഏട്ടത്തെ കെയർ ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു പ്രായശ്ചിത്തം പോലെ ആകണം എന്നോട്. ഭയങ്കര സ്നേഹമായിരുന്നു. അവസാനം ആ സ്നേഹം എനിക്കത് ആവശ്യമായി തുടങ്ങി. വർഷങ്ങളോളം ലോകം കാണാതെ കിടന്നതുകൊണ്ടായിരിക്കണം ഒരു തോളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ഞാനും മനസ്സിലാക്കിയത്. ആദ്യം അതൊരു സൗഹൃദമായിരുന്നു. പിന്നെ ഞാൻ പോലും അറിയാതെ പ്രണയത്തിലോട്ട് അത് പോയി. എനിക്ക് ഉറപ്പുണ്ട് ഏട്ടത്തി ചിന്തിക്കുന്നത് പോലെ ഒറ്റയ്ക്ക് ജീവിക്കാൻ എനിക്ക് കഴിയില്ല. ഒരു പക്ഷേ ഒരുപാട് കാലം ഒറ്റയ്ക്ക് ജീവിച്ച് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു ട്രോമ മാത്രമാണ് എന്ന് എനിക്ക് മനസ്സിലായതിനാലാകണം. വൈദ്യേട്ടൻ എന്നോട് ഇഷ്ടം പറഞ്ഞപ്പോഴും ഞാൻ ആവശ്യപ്പെട്ടത് അതാണ്, എനിക്കൊരു താങ്ങായി കൂടെ ഉണ്ടാകുമോ എന്ന്, എനിക്കൊരു തണലായി കൂടെ ഉണ്ടാകുമോ എന്ന്. ഉണ്ട് എന്ന് ഏട്ടൻ ഉറപ്പ് തന്നിട്ടും കുറെ സമയങ്ങൾ എടുത്തു എനിക്ക് ഈ താലികെട്ടിലേക്ക്, ഇനി ഭാര്യയുടെ വേഷത്തിലേക്ക് എത്താൻ. ദേവുവിന്റെ വാക്കുകൾ കേട്ടതും വേദയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. താൻ കുറച്ചു സമയമെങ്കിലും സെൽഫിഷായി എന്ന് വേദയ്ക്ക് മനസ്സിലായി. വർഷങ്ങളായി കൂട്ടിലടയ്ക്കപ്പെട്ട പെൺകുട്ടി അവൾക്ക് താനായിരുന്നു എല്ലാം. അവൾക്കെല്ലാം. എന്നിട്ടും താൻ എങ്ങനെയാണ് ഇങ്ങനെ? വേദയ്ക്ക് വാക്കുകളോ ഒന്നുമില്ലായിരുന്നു. വാക്കുകളില്ലാതെ നിൽക്കുന്ന വേദയെ നോക്കിക്കൊണ്ട് ദേവ് തുടർന്നു, പക്ഷേ ഏട്ടന്റെ കാര്യം അങ്ങനെ അല്ല കേട്ടോ. ഏട്ടത്തി പോയ നിമിഷം എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന വേദന അറിഞ്ഞിട്ട്
സ്വന്തം വിഷമങ്ങളും കാര്യങ്ങളും മാറ്റിവെച്ച് എനിക്ക് വേണ്ടി ഏട്ടൻ തന്റെ വേദനകൾ മറന്നു. ഏട്ടത്തി, ദേവ് പെട്ടെന്ന് വേദയുടെ കയ്യിൽ പിടിച്ച് ദയനീയമായി ചോദിച്ചു. ഏട്ടനെ മനസ്സിലാക്കാൻ ശ്രമിച്ച് ഏട്ടൻ അനുഭവിച്ച വേദനകൾ ആ മനസ്സിന് ഇനിയും കൊടുക്കാതിരുന്നൂടെ? കൂടെ നിന്നൂടെ ഏട്ടത്തെ? പ്ലീസ്. എല്ലാവരും പറഞ്ഞ് ഞാൻ അറിഞ്ഞൊരു മനുഷ്യനുണ്ട്. ബിസിനസിനെ തന്റെ കൈവെള്ളയിൽ കൊണ്ടു നടന്ന ഒരു ബിസിനസ് മാഗ്നറ്റ് എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന ആ ഒരാളെ അല്ല ഈ 2 വർഷമായി ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏട്ടത്തി, കൂടെ നിന്നൂടെ? പ്ലീസ്. ദേവുവിന്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. അവൾ വേദയെ നോക്കിയിരുന്നു. വേദ ആകെ തകർന്നിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും വൈദ്യ വന്നു. വൈദ്യയെ കണ്ടതും ദേവു ചാടിപ്പിടഞ്ഞെഴുന്നേറ്റു. അവളുടെ പ്രവൃത്തി കണ്ടതും വൈദ്യയും വേദയും ഒരുപോലെ ചിരിച്ചുപോയി. സ്നേഹത്തോടെ ദേവുവിനെ തോളിലൂടെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് വേദയെ നോക്കിക്കൊണ്ട് വൈദ്യ പറഞ്ഞു, ചേച്ചി പേടിക്കണ്ട, എനിക്കിഷ്ടമാണ്. അല്ല, പ്രണയമാണ്. എനിക്കറിയാം ഇവളുടെ പാസ്റ്റ്. ഒരു പെൺകുട്ടിയും കടന്നു പോകാത്ത രീതിയിൽ പോയ ഒരു വ്യക്തിയാണ് ആള്. ഒരു അനിയൻ എന്ന രീതിയിൽ എനിക്കെന്റെ ചേച്ചിയോട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ആ കുറ്റബോധം കൊണ്ട് തുടങ്ങിയതാണ്. അങ്ങനെയാണ് ദേവൂട്ടിയെ ഞാൻ കണ്ടു തുടങ്ങിയത്. പക്ഷെ ഇപ്പോൾ പ്രാണനാണ്, എൻ്റെ ജീവനാ. ഞാൻ നോക്കിക്കൊള്ളാം. ഒന്നുമല്ലല്ലോ, ചേച്ചിയുടെ അനിയനല്ലേ ഞാൻ. വൈദ്യയുടെ വാക്കുകൾ വേദയുടെ കണ്ണുകൾ നിറഞ്ഞു ഒഴുകുകയായിരുന്നു. ദേവുവും കണ്ണീരോടെ അവന്റെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നു. സംസാരങ്ങളെല്ലാം കഴിഞ്ഞ് അവർ പോകാൻ മറ്റും തുടങ്ങുമ്പോൾ വേദ കണ്ടിരുന്നു മാറി നിൽക്കുന്ന തന്റെ അച്ഛനെയും അമ്മയെയും. ആ കാഴ്ച കണ്ടതും വേദയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ നോക്കി നിൽക്കെ ദേവുവും വൈദ്യയും അവരുടെ അനുഗ്രഹം വാങ്ങാനായി തിരികെ നടക്കുമ്പോൾ അവരുടെ കണ്ണുകൾ തങ്ങളുടെ മക്കളിലായിരുന്നു. തങ്ങൾ കാരണം വേദന നിറഞ്ഞ ബാല്യം സമ്മാനിച്ച തന്റെ മകൾ. അവർ അത്ഭുതത്തോടെയും വേദനയോടെയും കുറ്റബോധത്തോടെയും നോക്കിക്കണ്ടു. വേദയുടെ മാറ്റം. തങ്ങളുടെ മകൾ ഒരുപാട് മാറിയിരിക്കുന്നു. വിവാഹത്തിന് അന്ന് കണ്ട വേദയായിരുന്നില്ല അവൾ. ഒരുപാട് മാറിയിരിക്കുന്നു. പഴയ വേദനകളും കണ്ണുകൾക്ക് ചുറ്റുമുള്ള കറുപ്പുകളും വിളറിയ മുഖവും ഒന്നുമല്ല വേദയിൽ ഇപ്പോൾ ഉള്ളത്. അവർക്ക് നിൽക്കുന്നത് ആരെയും മയക്കാൻ കഴിയുന്ന അത്രയും സൗന്ദര്യത്തോടെ ചിരിയോടെ നിൽക്കുന്ന വേദയാണ്. വേദയും കണ്ടിരുന്നു തന്നെ നോക്കി നിൽക്കുന്ന തന്റെ മാതാപിതാക്കളെ. എത്ര വെറുപ്പോടെ അവരെ മാറ്റി നിർത്താൻ നോക്കിയാലും അവർക്കായി ഒരു സ്ഥാനം ഇപ്പോഴും തന്റെ ഉള്ളിലുണ്ട് എന്ന് വേദ തിരിച്ചറിഞ്ഞു. അവരുടെ നിറഞ്ഞ കണ്ണുകൾ തന്നെ വല്ലാതെ തളർത്തുന്നുണ്ട് എന്നും. ആ ഒരു നിമിഷം അവൾ വല്ലാതെ തളർന്നുപോയി. പെട്ടെന്നാണ് അവളെ ഒരു കൈകൾ ചുറ്റിയത്. ആ മുഖത്തേക്ക് പോലും നോക്കാതെ ദർശന്റെ നെഞ്ചിലേക്ക് അവൾ മുഖം താഴ്ത്തി. സമയം പോകുമ്പോൾ വൈദ്യ അച്ഛനോടും അമ്മയോടും യാത്ര പറഞ്ഞ് ദേവുവുമായി കാറിൽ കയറി. വേദയെ ചേർത്ത് പിടിച്ച് ദർശു. അവർ പോകുന്നത് വേദയുടെ അച്ഛനും അമ്മയും വല്ലായ്മയോടെ കണ്ടു നിന്നു. അവർ ആകെ തകർന്ന അവസ്ഥയിലാണ്. അവരുടെ കുടുംബത്തിന് പണമായും സഹായമായും ബുദ്ധിമുട്ടില്ലാതെ എല്ലാവരും നോക്കുന്നുണ്ട് എങ്കിലും അവരുടെ മക്കളുടെ സാമീപ്യമില്ലായ്മ, അവരുടെ ഉള്ളിലുണ്ടാക്കുന്ന വേദന അത് എത്രത്തോളമാണ് എന്ന് ആ മാതാപിതാക്കൾ തിരിച്ചറിയുന്നുണ്ടായിരുന്നു. തങ്ങൾ ചെയ്ത തെറ്റിന് അകന്നുപോയ മക്കളെ തിരിച്ചു പിടിക്കാൻ കഴിയാത്ത അത്രയും ദൂരത്തിലാണ് എന്നും. ദർശന്റെ ആളുകൾ അവരെ അവരുടെ തറവാട്ടിലേക്ക് കൊണ്ടുപോകാൻ കാറുമായി വന്നു. അങ്ങനെ എല്ലാവരും യാത്രയെല്ലാം പറഞ്ഞ് തിരികെ അവർ ദേവുവിനെ വൈദ്യയുടെ ഫ്ലാറ്റിൽ വിടാൻ തയ്യാറായി. വൈദ്യയുടെ കാറിൽ അവർ മുന്നേ പോകുമ്പോൾ വേദ ദർശന്റെ കയറിൽ കയറുമ്പോൾ വേദയ്ക്ക് ഒരു സംശയമില്ലായിരുന്നു. മുന്നിൽ തനിക്കടുത്തിരിക്കുന്നവനെ അവൾ നോക്കി. അവന്റെ മുഖത്ത് തന്നെ കണ്ടതിന്റെ സന്തോഷമുണ്ട് എങ്കിലും അതിനേക്കാൾ വേദനയും ടെൻഷനുമെല്ലാം അവന്റെ മുഖത്ത് സ്ഥാനം പിടിച്ചിട്ടുണ്ടായിരുന്നു. അത് ദേവുവിന്റെ കാര്യത്തിലാണ് എന്ന് വേദയ്ക്ക് മനസ്സിലാകുകയും ചെയ്തു. വേദയ്ക്ക് അവന്റെ കൈകളിൽ പിടിച്ച് അവനെ ആശ്വസിപ്പിക്കണം എന്ന് തോന്നുന്നുണ്ടായിരുന്നു എങ്കിലും അവൾക്ക് എന്തുകൊണ്ടോ അത് കഴിഞ്ഞില്ല. എന്തോ ഒന്ന് തടയുന്നത് പോലെ. ദർശും പല ആലോചനയിലുമായിരുന്നു. അവന്റെ കണ്ണുകളിൽ ഒരു സന്തോഷമുണ്ട്. കാരണം വൈദ്യ ദേവുവിനെ കൊണ്ടുപോയത് തന്റെ ഫ്ലാറ്റിലേക്കല്ല എങ്കിലും കുറച്ചു വർഷമായി അവൻ അവിടെ തന്നെയാണ്. അവന്റെ സ്വന്തമായ അധ്വാനത്തിലാണ് അത് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന സമാധാനം ദർശന്റെ മുഖത്ത് നിറഞ്ഞു.
അങ്ങനെ കുറച്ചു സമയങ്ങൾക്ക് ശേഷം അവരെല്ലാം വൈദ്യയുടെ ഫ്ലാറ്റിലെത്തി. വേദയായിരുന്നു ദേവുവിനെ വിളക്ക് കൊടുത്ത് അകത്ത് കയറ്റിയതെല്ലാം. ആ നിമിഷങ്ങളിലെല്ലാം ദർശന്റെ കണ്ണുകളിൽ അവളിലായിരുന്നു. അവന്റെ കണ്ണുകളിൽ എന്താണ് എന്ന് ആർക്കും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ദേവുവിന്റെ മുഖത്തെ സന്തോഷത്തിൽ നിന്ന് തന്നെ ദർശനും ഒത്തിരി സമാധാനവും ഒക്കെ തോന്നുന്നുണ്ടായിരുന്നു. എങ്കിലും ഒരിക്കൽ കൈവിട്ടുപോയ തന്റെ സഹോദരിയെ പിന്നെയും തന്റെ കയ്യിൽ നിന്ന് മാറ്റുന്നതിന്റെ എല്ലാ ടെൻഷനും ഉണ്ടായിരുന്നുവെങ്കിലും അവളായി തിരഞ്ഞെടുത്ത അവളുടെ ജീവിതത്തിൽ അവളെ ജീവിക്കാൻ അവൻ വിടാൻ തയ്യാറായി. അങ്ങനെ വൈദ്യയും ദേവും ഒന്ന് സെറ്റായി എന്ന് ഉറപ്പിച്ച ശേഷം ദർശൻ ദേവും തിരിച്ചു. ദർശന് ഇന്ന് തന്നെ മുംബൈയിലേക്ക് തിരിച്ചു പോകണം. അവന് അത്രയും ഇമ്പോർട്ടന്റ് പ്രൊജക്റ്റിൽ നിൽക്കുന്നതിനാൽ ദർശന് പോയേ മതിയാകും. വൈദ്യയുടെ ഫ്ലാറ്റിന് താഴെ വന്ന വേദയും ദർശും പരസ്പരം ഒന്ന് നോക്കി. ദർശൻ എന്ത് ചെയ്യണമെന്നറിയാത്ത പോലെ വേദയെ നോക്കി. താൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കി നിൽക്കുന്ന ദർശനെ നോക്കി വേദ പറഞ്ഞു, താൻ താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്ന് സാധനങ്ങളും മറ്റും എടുക്കണമെന്ന്. ആ ഒരു നിമിഷം ദർശന്റെ മുഖത്ത് വരുന്ന സന്തോഷം അത് വേദയിൽ എത്രമേൽ സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണെന്ന് ആ നിമിഷം തന്നെ അവൾ തിരിച്ചറിഞ്ഞു. അങ്ങനെ ഒരിക്കൽ പിരിഞ്ഞ അവർ അത്രമേൽ സ്നേഹത്തോടെ പഴയ വെറുപ്പുകളും വേദനകളും എല്ലാം മറന്നൊരിക്കൽ വഴി പിരിഞ്ഞവർ ഒരുമിച്ച് ഒന്നുകൂടെ യാത്രയാകാൻ തുടങ്ങുകയാണ്. നമുക്ക് നോക്കാം ഇനി എന്താണ് അവരെ കാത്തിരിക്കുന്നതെന്ന്. തുടരുന്നു. അപ്പോ കഥ വായിച്ചിട്ട് അഭിപ്രായം പറയണം. എനിക്കറിയാം ഇപ്പോ പഴയ പോലെ കമന്റ്സുകൾ നിങ്ങൾ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ സപ്പോർട്ട് കണ്ടുകൊണ്ട് നാളെ തന്നെ ഒരു പാട്ട് ഞാൻ ഇടുന്നുണ്ട്. എനിക്ക് അടുപ്പിച്ച് നിങ്ങളുടെ സ്റ്റോറി കംപ്ലീറ്റ്, ഈ നമ്മളുടെ സ്റ്റോറി ഇനി കുറച്ചേ ഉള്ളൂ, മാക്സിമം 3-4 പാർട്ട്. അപ്പൊ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വേറൊന്നിലോട്ട് പോകാവുന്നുണ്ട്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, കൊച്ചിന്റെ പുറകെ നടക്കുന്നുണ്ട്, പറ്റുന്നില്ല. മാത്രമല്ല രാത്രി ഉറങ്ങാതിരിക്കുന്നുണ്ട്, നല്ല സ്ട്രെസ്സും കാര്യങ്ങളും എനിക്കുണ്ട്. പക്ഷെ എന്തായാലും നാളെ ഞാനിടും. അപ്പോ നമുക്ക് നോക്കാം. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ഭയങ്കര നോയ്സ് ഉണ്ട്, പട്ടിയുടെ കുരയുണ്ട്. പിന്നെ അപ്പൂസിനെ ഞാൻ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിട്ടിട്ട് അവന്റെ വോയിസ് മേ ബി ഇതിനകത്ത് കേൾക്കാം. ആള് കുഞ്ഞ കിക്കി പിക്കി എന്നൊക്കെ പറയുള്ളൂ, പക്ഷെ എന്തായാലും ഭയങ്കര ക്യൂട്ടാ. പിന്നെ എന്തായാലും നാളെ കാണാം. നാളെ എന്തായാലും ഞാനൊരു പാർട്ടിടാൻ നോക്കും. കണ്ടില്ലെങ്കിൽ പിണങ്ങരുത്. ശരി, താങ്ക് യു ഓൾ.